ഹലോ മക്കളെ, ഞാനാണ് മൊബൈൽ പിടിക്കുന്നത്. ഇന്ത്യ പൊന്നുമക്കളൊക്കെ ഇന്ത്യയെ പനിയൊക്കെ ഇച്ചിരി കുറഞ്ഞ് ഞാൻ ഇച്ചിരി പഴങ്ങി ചോറിരുന്നത് എടുത്ത് ആ കലത്തിനകത്തോട്ട് അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തേച്ച് മഴക്കാനായിട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. നമ്മളിവിടാണ് തേച്ച് മഴക്കുന്നത്. ഇങ്ങനെ തേച്ച് മഴക്കുന്ന സ്ഥലം. ഇനി തേച്ച് മഴക്കണം. മോള് പോയി മീൻ മേടിച്ചിട്ടുണ്ട്. മോൾക്ക് 2ാം ശനിയാഴ്ച ആയതുകൊണ്ട് മോക്കൊന്ന് പോകണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി ഞാൻ ഇനി മീൻ കറി വയ്ക്കാൻ പോകണം. കണ്ട മീൻ തേച്ച് വെച്ചിട്ടുണ്ടെന്ന്. ഇതിൽ കത്തിപ്പാര പരന്നിരിക്കുന്ന മീൻ. കണ്ടിക്കാനൊന്നുമില്ല, ഇച്ചിരിയേ ഉള്ളൂ കണ്ടിക്കാൻ. തല മാത്രമേ എടുത്തതേ ഉള്ളൂ. അതിന് വേണ്ടത് കണ്ട കൊച്ചുള്ളി, ഇത്രയും പുളി മതി കേട്ടോ. ഇതിനകത്ത് നല്ല പുളിപ്പുണ്ട്. എൻ്റെ മണമുള്ള പച്ചമുളക്, ഒരു തക്കാളിക്ക് മൊത്തം എടുത്തില്ലേ. എന്നിട്ട് കരിവേപ്പില. പിന്നെ ഇതിന് അരയ്ക്കേണ്ട സാധനങ്ങൾ കേട്ടോ മക്കളെ: തേങ്ങ, ശകലം മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവ, മഞ്ഞൾപ്പൊടി. എണ്ണ ഒഴിക്കുക. പച്ചയ്ക്ക് ആര് പിന്നെ ഇച്ചിരി ചൂടാക്കണം. ഇത് ചൂടാക്കിയാലേ കൊള്ളാവൂ കേട്ടോ. ഇനി ഇതാണ്ട് ഉപ്പ്, ശകലം ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് നമുക്ക് എന്നിട്ട് കറി എന്തോന്ന് നോക്കിയിട്ട് പിന്നെ ഉപ്പിട്ടാൽ മതി. കണ്ടോ, ഇനി ഇതെല്ലാം ഇവിടെ ഒന്നൊന്ന് ചൂടാവട്ടെ. ഇവിടെ ഒന്നൊന്ന് ചൂടാവട്ടെ. ഞാൻ ഇത് അരച്ചുകൊണ്ട് വരട്ടെ കുഞ്ഞുങ്ങളെ. ഇങ്ങോട്ട് പൊടി മക്കളെ, ഞാൻ വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ച് വെച്ചിരുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. വെളിച്ചെണ്ണ അത് ഒഴിച്ചതാണ് ഞാൻ. ഇങ്ങനെ എല്ലാവരും ചിലപ്പോൾ അരച്ചിട്ടൊക്കെ ഇത് പിന്നെ അല്ലാതെ മീനകത്ത് കടിച്ചെടുത്തേ ഉള്ളൂ, പച്ചമുളക് എല്ലാം കൂടെ. പക്ഷെ ഇതൊരു പ്രത്യേക ഒരു രുചിയുണ്ട് നമുക്ക്. വെള്ളം ഒഴിക്കട്ടെ. ഈ വെള്ളത്തിൽ കിടന്നിട്ടൊരു മീൻ വേണം. ഇനിയിപ്പോൾ ഇത് തിളച്ച് വറ്റി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായിട്ടിരിക്കും. എന്താ ചട്ടി അനങ്ങി കടിക്കുന്നതൊന്നുമില്ല കേട്ടോ. ചട്ടി അങ്ങോട്ട് മറിഞ്ഞോ, നേരെ വയ്ക്കാം. ഇതാണ് എനിക്ക് ഇന്നത്തെ എൻ്റെ മീൻ. നേരെ വയ്ക്കാം. മതിയല്ലേ. ഇനി ഇത് അടപ്പേ കിടന്നങ്ങ് വെന്തോളും. പുളിയൊന്നും തോനെ ഇടണ്ട, പച്ചരിക്കും. ചിലർ എനിക്ക് തോരൻ അത് ഞാൻ പറയുക, തോരൻ പുളിയിട്ട് അതിൻ്റെ ഭയങ്കര പുളിപ്പാണ് ഈ പിണറം പുളിക്ക്. അത് മീനിനേക്കാളും മുമ്പ് നിൽക്കും ഈ പുളിയുടേത്. അത് പറ്റത്തില്ല. ഇങ്ങനെ വേണം മീൻ കറി ഇരിക്കാൻ. അല്ലാതെ ഈ മഞ്ഞ കളറായിട്ടിരിക്കുന്ന എനിക്ക് എന്തോ അത്ര പോരാ. മീൻകറി ഇരിക്കുന്നത് കുഴപ്പമില്ല. കളാണ്ട് ഉണ്ട്. ഇച്ചിരി സാമ്പാറും കൂടെ വയ്ക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം, കഴിക്കണം. വീട്ടിൽ ഇരുന്ന് മീൻകറി വെച്ച് സാമ്പാറും വെച്ച്. സാമ്പാർ ഞാൻ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ സാമ്പാർ. നിങ്ങളുടെയൊക്കെ സാമ്പാർ കഴിഞ്ഞ് എങ്ങനെയാണോ എന്തോ എനിക്കറിയാൻ വയ്യേ. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ഇന്ന് നേരത്തെയാണ്. പിന്നെ എൻ്റെ കത്തിപ്പാര, എനിക്കിങ്ങനെ കറി വയ്ക്കുന്നതാ ഇഷ്ടം കേട്ടോ. കത്തിപ്പാര മഞ്ഞ കളറായിട്ടൊന്നും ഇരിക്കുന്നെങ്കിൽ. ശരി, എന്നാൽ അടുത്ത വീഡിയോ.